വ്ളോഗ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് കഴിക്കുന്നത്. ഞാനത് കഴിച്ചു നോക്കട്ടെ. കടിക്കട്ടെ. ചേച്ചി ഇതെന്ത് കറിയാണ് ചേച്ചി വെച്ചത്? എന്താ വെച്ചിരിക്കുന്നത്? ഹലോ നമസ്കാരം, ആംഗിൾ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആംഗിൾ വ്ളോഗ് എത്തി നിൽക്കുന്നത് മറ്റെവിടെയല്ല, കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് അടുത്തായിട്ടാണ്. ഒരു 50 മീറ്റർ മുന്നേ ആയിട്ട് ഞാനുള്ളത് ലാൻഡ്സ് എൻഡിലാണ്, ലാൻഡ്സ് എൻഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് അറിയിക്കാൻ പോകുന്നത്. ഇന്ന് പ്രാങ്ക് ഇല്ല, കുറച്ച് നല്ല ഫുഡാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല അടിപൊളി ഫുഡ്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ബോട്ടോ വള്ളമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതാ വിശാലമായിട്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെയാണുള്ളത് ലാൻഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് കറക്റ്റ് ബോർഡ്. ഇത് ഷെബിൻ ഷാ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനൊപ്പം ബിപിൻ, അങ്ങനെ കുറേ പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. ബിപിൻ സുഹൃത്താണ്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇത് കുറച്ച് നല്ല ഫുഡുണ്ട്, നീ ഒന്ന് ആൾക്കാരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു. നമുക്കിതെല്ലാം ഒന്ന് കാണാം. ഈ വിസിബിലിറ്റി റൈറ്റ് സൈഡിലും, പിന്നെ അതുമാത്രം അകത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞത് വാഷ് ചെയ്യുന്ന ആംബിയൻസൊക്കെ ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അനുചേട്ടാ എല്ലാം ഒന്ന് കാണിച്ചു. വയറ് നന്നായിട്ട് വിശന്നിരിക്കുക കേട്ടോ. കുറേ സമയം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. കാര്യം ഇവിടെ ലൈവാണ് ഫുള്ള്. ഇവിടെ ലൈവ് അല്ലേ ഫുള്ള്? എൻ്റെ വലതുവശത്തിരിക്കുന്ന ബിപിൻ, ഇടതുവശം ഷെബിൻ ഷാ. ഇവരുടെ കൂട്ടായ്മയാണ് ഈ ലാൻഡ്സ് എൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംരംഭം. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ലാൻഡ്സ് എൻഡിൻ്റെ? കര അവസാനിക്കുന്നത് ആണ്ട കടൽ ഇവിടെ വന്നിരിക്കുന്നത്. കടലിലുള്ള സാധനങ്ങളെല്ലാം എൻ്റെ മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ അത് പറ. ഞാൻ ഇപ്പോൾ കഴിക്കണമല്ലേ? അല്ല എങ്കിലും നിങ്ങളെ കുറേ കൂട്ടായ്മയല്ലേ. അപ്പോൾ മറ്റുള്ളൊരാടെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോൾ നടത്തുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും, കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ബിപിനെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ആ സ്ട്രഗിളൊക്കെ മാറ്റിയാണ് നല്ല ഫേസൊക്കെ ഇപ്പോൾ നല്ല പുഞ്ചിരിയുണ്ട് കേട്ടോ. മനസ്സിലായി, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയൂ. നമ്മുടെ പ്രേക്ഷകർക്ക് പറയും എന്തൊക്കെയാണ് നമുക്കിവിടെ കൊടുക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? കടൽ വിഭവങ്ങൾ, മത്സ്യ വിഭവങ്ങൾ. ഇത് കൊഞ്ചുണ്ട്, കൊഞ്ച് റോസ്റ്റ് ഉണ്ട്. ഇത് കരിമീൻ കറി അല്ലേ? മപ്പാസ്, ഫ്രൈ ഉണ്ട്. പിന്നെ നെത്തോലി നമുക്ക് എപ്പോഴും ഉണ്ട്. പൊടിമീൻ, അതായത് നമ്മുടെ നെത്തോലി. പിന്നെ കപ്പയുണ്ട്. നല്ല ഉഗ്രൻ ഒഴിച്ച് കഴിക്കാനായിട്ട് മീൻ്റെ ഗ്രേവി ഉണ്ട്. അതിനകത്ത് മീനുണ്ട്. പിന്നെ പലതരത്തിലുള്ള മൊജിറ്റോസ് ഉണ്ട് അല്ലേ? പേര് സുബിൻ ഷാ ആണെങ്കിലും പറയാമല്ലോ. ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ പുള്ളിയെ കാണാനാണ് അദ്ദേഹം പറയുന്നത്. ഇവരെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. സുബിനെ, നമുക്കിപ്പം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആംബിയൻസ് എത്ര പേർക്ക് ഇവിടെ നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇരിക്കാൻ പറ്റും? 60 പേർക്ക് ആംബിയൻസിൽ സീറ്റിംഗ് കപ്പാസിറ്റി. വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് പുറത്ത് കേക്ക് കട്ട് ചെറിയൊരു ഗാദറിംഗ് ഒക്കെ നടത്തിയിട്ട് അകത്തിരുത്തി കൊടുക്കാനൊക്കെ പറ്റും അല്ലേ? അതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ് എൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. കഴിച്ചായിരുന്നോ? കഴിച്ചില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. നമ്മളെ കൊല്ലക്കാർ എങ്ങനെ കഴിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ കഴിക്കുന്ന കേട്ടോ. കൊല്ലം ജില്ലക്കാരെല്ലാവരും അങ്ങനെ അറിയത്തില്ല. ഇച്ചിരി കപ്പ എടുക്കും, ഇതിലോട്ടിട്ട് വിരവും. അങ്ങനല്ലേ? ഇങ്ങനെ വിരവും. ഇതിങ്ങനെ വെക്കും. വെച്ചിട്ട് ഇതിൽ നിന്ന് ആദ്യം കണ്ടാ യവനെ ഇവിടെ അങ്ങോട്ടും കൊടുക്കാം. എന്നിട്ട് ഇവിടോട്ട് നടുക്കോട്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കും. എടുത്ത് കണ്ടോ? എടുത്തിട്ട് ആദ്യം ഞാനിത് കഴിക്കൂല, ഞാനിത് ഉണ്ണിക്ക് കൊടുക്കും ആദ്യം. ഉണ്ണി അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കി ഞാൻ മൊത്തം കഴിക്കണ്ടേ. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ ഇവർക്കും കൂടെ ഒന്ന് കൊടുത്തതിന് ശേഷം വാതറന്നല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ അനുചേട്ടന് കൊടുക്കില്ല, പുള്ളി പ്യൂർ വെജിറ്റേറിയൻ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാവരും വിചാരിക്കടാ നീ സാധാരണ ചോറല്ലേ കഴിക്കുന്നത്, സാധാരണ കരിമീനല്ലേ, സാധാരണ കറിയല്ലേന്ന്. തെറ്റി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഫ്ലേവറിലും, അതായത് ഇതിൻ്റെ പിന്നെ അതുപോലെ ടേസ്റ്റിൽ, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. എവിടെ വരണം? ലാൻഡ്സ് എൻഡ് എവിടെയാണ്? തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് പറയും.
ലാൻഡ് സെറ്റ് കറക്റ്റ് പറഞ്ഞത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ 50 മീറ്റർ മുന്നായിട്ട് ഇവിടെ അടുത്ത് ടർഫൊക്കെ ഉണ്ട് കേട്ടോ. ആ ടർഫിന് അടുത്തായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഇനിയും കുറേ ഐറ്റങ്ങൾ ടേസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരാളവിടെ വെയിറ്റിംഗ് കൊണ്ടുപോകാം. സാധനം പറക്കുന്നുണ്ടോ, ചൂട് സാധനം, വേറെ ലെവല് ഇല്ലയോ? അടിച്ച് കയറി വാ താണ്ടേ. എൻ്റെ അമ്മോ ചൂട്. ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തോട്ട്. കാര്യം ഞാൻ നമ്മുടെ പേജ് തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ സ്ക്രാബ് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിക്കല്ലേ? പൊട്ടിച്ചു തരുമോ? പൊട്ടിക്കാം. നീ എനിക്ക് ഇവിടെ കയറി വാ. ഒരാളുണ്ട് നമ്മുടെ റാവ്സിലൊക്കെ വർക്ക് ചെയ്തതാണ്. മലപ്പുറത്ത് വാ. സർവീസിൽ ചെയ്യുന്ന ആളാണ് നമുക്കിവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് പൊട്ടിക്ക്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു ആംബിയൻസ് ഫുള്ള് നമ്മളതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് കയറുമ്പോൾ തന്നെ ചെറിയൊരു വള്ളമുണ്ട് ഇരിക്കാനായിട്ട്. ഇനി വള്ളത്തിൽ കയറിയില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട. അതും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ ഉള്ള ആംബിയൻസ് നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ആംബിയൻസാണ്. ഒപ്പം നല്ല സീ ഫുഡ്സാണ് ഇവിടെ ഉള്ളത്. അടിപൊളി സീ ഫുഡ്സാണ്. ഇനി ആ സ്ക്രാബ് പൊട്ടിച്ചുകൊണ്ട് വരണം അല്ലേ? പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ അതുവരെ കഴിച്ചിട്ട് കഴിക്കട്ടത്. വേറെ പക്ഷേ നീ കഴിച്ചോ? കഴിച്ചു. ചേട്ടാ അരച്ചേട്ടാ ഇത് റെക്കോർഡ് ചെയ്യണ്ട കേട്ടോ. ആൾക്കാർക്ക് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? ഇപ്പുറത്തോ പറയണ്ടേ? അപ്പോൾ ചേച്ചി കറി വെച്ചത് നിങ്ങൾ പറഞ്ഞത് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇവിടെയുള്ള വെച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കറി ഒന്ന് കൂട്ടി വെക്ക്. ഈ ഒന്ന് കഴിച്ചു പോകും എങ്ങനെ ഉണ്ടെന്ന് ചേച്ചി പറയട്ടെ. ചേച്ചി ഇത് ചേച്ചിയല്ലേ വെച്ചേ? ഈ മീൻ പൊരിച്ച തരാം ആണല്ലോ. അപ്പോൾ ചേച്ചി വെച്ചല്ലെന്ന് പറയുന്നതിനാ ചേച്ചി അന്നേരം? അത് ശരിയാണോ? വെച്ചതാ. അപ്പം ചേച്ചി കഴിച്ചു നോക്കി ഇത് വെച്ചിട്ട്? ചേച്ചി കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കുന്നത് കഴിച്ചിട്ടുണ്ടോ? ചേച്ചി ഇതെന്ത് കറിയാ ചേച്ചി വെച്ചത്? ഇതെന്താ വെച്ചിരിക്കുന്നത്? ഇതെന്താ കാര്യമായിട്ട് വെച്ചതാ? അതല്ലേ പറഞ്ഞ ചേച്ചി ഇത് സൂപ്പറായിട്ടുണ്ട് ചേച്ചി. ഇത് കൊള്ളാണ്. എന്താണ് ചേച്ചി ഇത്? ചേച്ചി കറി അടിപൊളി കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ ക്യാമറയിലൊന്ന് നോക്കി. ചേച്ചി പേടിക്കണ്ട. ചെറുതായിട്ട് ഞാൻ ചോദിച്ചു, ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെക്കുന്ന പോലത്തെ കറി മീൻ പൊരിച്ചു അതുപോലൊക്കെ തന്നെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി കൈ തന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ചുമ്മാ പറഞ്ഞു കേട്ടോ. ചേച്ചി അവിടെ നോക്കിയാ. ചേച്ചിയുടെ പേര് ചെറുപുഷ്പം. ചേച്ചി പുഷ്പം മാതിരിയാ വെച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി ചേച്ചി കേട്ടോ. ആ ഓക്കെ ചേച്ചി ഓക്കെ. എല്ലാം ലൈവായിട്ട് നമ്മളെല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അത് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എനിക്കത് ഒരു 10-15 പേരുണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാം ഇവിടെ കഴിച്ചോണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അത് ടേസ്റ്റ് ചെയ്യണം. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ടല്ലേ? ഇത് കൊണ്ടുവന്നോ പൊട്ടിച്ചിട്ട്? എവിടെ? റെഡിയാണല്ലേ? വ്ളോഗ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് കഴിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കട്ടെ. കടിക്കട്ടെ. ചുമ്മാ എല്ലാ ആൾക്കാർ ഈ സാധനം തിരികെ കിടക്കുന്നത് കേട്ടോ. ചെറിയൊരു മധുരം അതിനകത്തുണ്ട്. അതാ ഇതിനാവശ്യമായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. സൂപ്പർ സാധനം. സൗണ്ട് കേട്ടല്ലോ. ഇനി എൻ്റെ പല്ലും കൂടെ പോയിട്ടുണ്ടോ നോക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക്. അതായത് അതിൻ്റെ ഷാർപ്പ് സാധനം അല്ലേ? അതിൻ്റെ ഈ ഏറ്റവും കൂടുതൽ സ്ക്രാബിൻ്റെ ഏറ്റവും ഷാർപ്പ് സാധനമല്ലേ ഇത്? അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇന്നത്തെ മാംസങ്ങളാണ് കറക്റ്റ്. കാര്യം ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കുറച്ച് ആൾക്കാർ ഇത് ചെയ്തതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം നിങ്ങളെല്ലാം ഇത് ടേസ്റ്റ് ചെയ്യണം ഇവിടെ വന്ന്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് നല്ല ആംബിയൻസ് ആണ്. ഗുഡ് ആംബിയൻസ്. അത് മാത്രമല്ല ഫുഡെന്ന് പറഞ്ഞാൽ റെസിപ്പീസൊക്കെ കിടിലമാണ്. നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്യുക. നമ്മുടെ കൊല്ലക്കാരെ മാത്രമല്ല ഓൾ ഓവർ കേരളയിലുള്ള എല്ലാ ഫുഡിനെ സ്നേഹിക്കുന്നവർക്കും ഇത് കഴിക്കാം. ഇത് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഇനി വേറെ കാര്യങ്ങളുണ്ട്. നമുക്കിനി എന്താ ബിരിയാണി ചായ അല്ലേ? ബിരിയാണി ചായ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ്. അതിൻ്റെ കൂടെ പൊറോട്ട ഒന്നുമല്ല, പഴംപൊരി. അത് ഞാൻ കാണിച്ചിരുന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇതാവരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ അത് കഴിച്ച് അടിപൊളിയായി. ഇനിയിപ്പോൾ ഇതാ നല്ല ഉഗ്രൻ ബീഫ് കണ്ടോ. ഇങ്ങനെ വട്ടത്തിൽ അത്തം പോലെ കൊണ്ടുവച്ചിരിക്കുകയാണ് നമ്മുടെ പഴംപൊരി. ഞാൻ ഇതിൻ്റെ നടുക്ക് ബീഫ് എടുത്തിടാം. അതായിരിക്കും നല്ലത്. മതിയോ? ഇതാ ചൂട് പഴംപൊരി. നമ്മൾ വാഴക്കാപ്പെന്ന് പറയും അല്ലയോ രതീഷ്? അല്ലയോടാ? എടുക്കുക, ബീഫ് എടുക്കുക. ബീഫൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുക കേട്ടോ. കഴിക്കട്ടെ. ചൂട് ഇതൊരു രക്ഷയില്ലാത്ത ബീഫും പഴംപൊരിയും കേട്ടോ. ഞാൻ പലയിടത്തും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴം നല്ല ഉഗ്രനായിട്ട് പഴുത്തിട്ടുണ്ട്. ചെറിയ മധുരമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ ഗ്രേവി നല്ല തിക്നെസ്സാണ്. ഇത്രയും തിക്നെസ്സായിട്ട് ഒരു കടയിലും കൊടുക്കില്ല. കാര്യം കുറച്ച് ഗ്രേവി കൂട്ടിയ ആൾക്കാർ അവർ ലാഭത്തിന് വേണ്ടി വെക്കുകയുള്ളൂ. അപ്പോൾ
ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇതുകൂടെ അത് കഴിച്ചിട്ട് ഇനി നമുക്ക് ബിരിയാണി ചായ ഉണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കേരളക്കാരുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫ് കറിയും. അപ്പോൾ അത് ബീഫ് റോസ്റ്റാണ്. ഞാൻ ബീഫാണ് പറഞ്ഞത്. ഇവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അങ്ങനെ ചിക്കൻ്റെ പല ഐറ്റങ്ങളുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ബീഫാണ്. ഞാൻ അതുകൊണ്ട് ബീഫ് തന്നെ പറഞ്ഞു. നമ്മൾ നേരത്തെ എടുത്ത ബീഫ് തന്നെയാണ്. അപ്പോൾ കൂട്ടത്തിതാ നല്ല ഉഗ്രൻ, ഇത് പാലപ്പം എന്നൊക്കെ പറയാം കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റാണ്. ഞാൻ ആദ്യം ഈ അപ്പം ഇതിൽ കൂട്ടിയത് കഴിച്ചോട്ടെ. കാര്യം എല്ലാവരും പൊറോട്ട കൂട്ടിയില്ലേ കഴിച്ചിരിക്കുന്നത്. ഞാൻ അപ്പം ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബീഫ് എടുക്കുക, ഇച്ചിരി കറി എടുക്കുക, ഉണ്ടാക്കി വയ്ക്കുക. ആദ്യം നിങ്ങൾക്ക് തരാം, പ്രേക്ഷകർക്ക് തന്നിട്ട് കഴിക്കാം. മതിയോ? അപ്പോൾ ഞാൻ കഴിക്കട്ടെ? ഓക്കെ. ഷെബിനെ, ഈ അപ്പോൾ ആ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പൊറോട്ട കൂടെ നോക്കട്ടെ. ചിലയിടത്തൊക്കെ പൊറോട്ട ഈ ചൂട് പോകുമ്പം നമ്മളെ തിരിഞ്ഞ് എറിയുമ്പോൾ നമുക്ക് ദേഹമൊക്കെ നോവുന്ന രീതിയിൽ കട്ടിയായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇടത്തേക്കൊണ്ടൊക്കെ എടുക്കുന്നത്, അത് എടുത്ത് പിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ബീഫ് എടുക്കാം, കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ലാൻസെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബീഫിനകത്ത് ഒരു കട്ടി, നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. അതുപോലെ ബീഫ് നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കഴിക്കണമെന്ന് പറയുന്നില്ല, ആംബിയൻസ് നോക്കുക. ആംബിയൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളിത് കഴിക്കും. നമ്മുടെ ആ ലൈറ്റ് ബോർഡ് കണ്ടോ, ലാൻസെൻറ്റ് റെസ്റ്റോറൻറ്റ്. കാര്യം ഭയങ്കര ആംബിയൻസ് ആണ്. ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് നല്ല രീതിയിൽ ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ, നൈറ്റിലൊക്കെ വരുമ്പോൾ ഒരു അടിപൊളിയാണ്, സൂപ്പർ രസമാണ് ഇങ്ങനെ കഴിക്കാൻ. കണ്ട ഈ ഒരു 3 സ്കൂപ്പ്, 3 തരത്തിലുള്ള 3 ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം സ്കൂപ്പുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് പോകുന്നുണ്ട്. നല്ല ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. എല്ലാം സാധാ കുടിക്കുന്നില്ല, പക്ഷേ ഇവിടെ ഇരുന്ന് കുടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ സാധാരണ എല്ലാ കടകളിലും എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന സാധനത്തിനാണ് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും. ഇത് എന്താണ് ഇത്ര വലിയ കാര്യമൊന്നും ചോദിച്ചാൽ വലിയ കാര്യമില്ല, പക്ഷേ ഇതും ഇവിടെ കിട്ടും. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, 100 രൂപയുള്ളൂ. ഇത് 100 രൂപയ്ക്കാണ് ഈ ക്വാണ്ടിറ്റി. ഇതും 100 രൂപയുള്ളൂ. 6 പീസുണ്ട് ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ ക്രിസ്പിയാണ്, കറ് മുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി ചായ കഴിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആംബിയൻസ് ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തങ്കശ്ശേരിയിൽ വരിക. തങ്കശ്ശേരി ലൈറ്റ് ഹൗസിനായിട്ടാണ് നമ്മുടെ ഈ ഒരു ലാൻസെൻറ്റ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ബിരിയാണി ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാം. ലാൻസ് എൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കര തീർന്നു കടലിലേക്ക് എന്ന് പറയുന്നത് നേരത്തെ ബിബിൻ പറഞ്ഞ തന്നെ നമ്മുടെ ഈ ഒരു ലാൻസ് എൻഡ് എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് 50 മീറ്റർ മുന്നേ ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ആംബിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ലാൻസ് എൻഡിൽ വരാം. അപ്പം ചിയേഴ്സ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, അനീഷ് ഖാൻ.